ഇത് ചുവന്ന കറ്റാർ വാഴ. ഇതും അതാണ്, ചുവന്ന കറ്റാർ വാഴയാണ്. അപ്പോൾ ഈ കറ്റാർ വാഴ വെച്ചിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നുണ്ടാക്കാം. അപ്പോൾ നമ്മൾ കറ്റാർ വാഴ ഇതേപോലെ ആക്കിയെടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലോട്ട് കോരി വയ്ക്കാം. ടിന്നിലാക്കി എടുത്തു. തേനൊഴിച്ച് വയ്ക്കാം. ചെറിയ തേനാണ് നല്ലത്. പിന്നെ വലിയ തേനുള്ളവർ, ചെറിയ തേനില്ലാത്തവർ വലിയ തേൻ ഒഴിച്ച് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ മരുന്നുണ്ടാക്കി കഴിക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഓരോ പീസ് എല്ലാവർക്കും കഴിക്കാം, ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാം. തേൻ ഒഴിച്ച് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിക്കാം. ചെറിയ തേനാണ് നല്ലത്. ഇതേപോലെ ഉണ്ടാക്കി വെച്ച് എല്ലാവരും കഴിക്കുക. തേനങ്ങ് താഴെ പോയി. അത് മിക്സ് ചെയ്ത് രാവിലെ കഴിക്കണം. മിക്സ് ചെയ്തിട്ട് കഴിക്കാം. രാവിലെ ഒരു പീസ് എല്ലാവർക്കും കഴിക്കാം, ഒരാൾക്ക് മാത്രമല്ല. ഇപ്പോൾ ക്യാൻസറോ പിന്നെ വേറെ ഇതുണ്ടല്ലോ, ഷുഗർ പ്രോബ്ലമൊക്കെ വന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടി ആരും ഇരിക്കേണ്ട. ഇതൊക്കെ നട്ടുപിടിപ്പിക്കുക. പച്ചില മരുന്നുകളെല്ലാം നട്ടുപിടിപ്പിക്കുക. ആവശ്യാനുസരണം എല്ലാം മനസ്സിലാക്കി ഉപയോഗിക്കുക. ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നമുക്ക് രോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കഴിക്കാം. രോഗം വരട്ടെ എന്ന് പറഞ്ഞ് രോഗം വന്നിട്ട് കഴിക്കാനായിട്ടിരിക്കേണ്ട. ഇതൊക്കെ ശരീരത്തിന് നല്ലതാണ്, ഇങ്ങനെ തേനിൽ ചാലിച്ച് കഴിക്കുന്നത്. ഓരോ പീസ് രാവിലെയും കഴിച്ചാൽ മതി, നല്ലതാണ്. പിന്നെ വേറെന്താണ്? വേറെ ഇത് പീസാക്കി ഇപ്പോൾ വെള്ളത്തിലിട്ട് വച്ചിരുന്നാൽ വെള്ളം നമുക്ക് രാവിലെ ഒരേ ഗ്ലാസ് കുടിക്കാം. നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിക്കാൻ പറ്റാത്തവർ, നല്ല വെള്ളമൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അത് പറ്റാത്തവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ഇതേപോലെ നിറച്ചൊഴിച്ച് വയ്ക്കണം. ഒരു പാത്രത്തിൽ ഒരു ചില്ലുകുപ്പിയിലോ ഒക്കെ ഇട്ട് ഒഴിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഊറ്റി കുടിക്കാം. മധുരം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തേന് താഴെ പോയി കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ തേൻ ചേർത്തും കഴിക്കാം, ജ്യൂസ് അടിച്ച് കഴിക്കാം കേട്ടോ. കറ്റാർ വാഴ പിന്നെ കഴിവതും ചുമന്ന കറ്റാർ വാഴ കിട്ടുമെന്നുള്ളവർ നട്ടുപിടിപ്പിക്കുക. മറ്റതും രണ്ടും വേണം, ഇവിടെ രണ്ടും ഉണ്ട്. ഓക്കെ. നമ്മളെ നാടനാണ് കേട്ടോ, നാടൻ കറ്റാർ വാഴ. ഞാൻ ആദ്യം കാണിച്ചത് ചുമന്ന കറ്റാർ വാഴ. അപ്പോൾ എല്ലാം നട്ടു വയ്ക്കുക. എന്നിട്ട് മരുന്നുകളുടെ ഉപയോഗം മനസ്സിലാക്കി ഉപയോഗിക്കുക.